ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പോലീസുകാരൻ എന്തിനാ വന്നേ? അത് മൊഴിയെടുത്തതിൽ എന്തോ ഒരു തിരുത്തുണ്ടെന്ന്. അത് വെറുതെ ഒരു കാരണം. നമ്മൾ ഒന്നിച്ചാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി വന്നായിരിക്കും. ഹരിയെ കാണാൻ ഞാൻ ഹരിയുടെ അടുത്തേക്ക് വരുമ്പോഴേ അയാളെ കണ്ടേ. അതോടെ ഞാൻ തിരിച്ചു പോന്നു. കൈക്ക് വേദനയൊക്കെ ഉണ്ടോ? ഇല്ല. അവിടെ നിന്ന് നോക്കേണ്ടതല്ലേ ഞാൻ? ആശ്വസിപ്പിക്കേണ്ടതല്ലേ ഞാൻ? ഇപ്പോഴത്തെ സാഹചര്യങ്ങള് നമുക്ക് രണ്ടുപേർക്കും അറിയാലോ. എനിക്ക് പരാതിയൊന്നുമില്ല. പേടിച്ചിട്ടാ ഞാൻ ബഹളം വെച്ച് അങ്ങോട്ട് വന്ന. എന്നെ ആയിരിക്കില്ല, ഹരിയായിരിക്കും അയാള് ദ്രോഹിക്കുന്ന. എന്നെ കൊണ്ട് അത് താങ്ങാൻ പറ്റില്ല. താൻ കരയാതടോ. നമ്മുടെ വിധി ഇതാ. ഒരുപാട് കാലം അടുത്തുണ്ടായിട്ടും തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയായി. എനിക്ക് ഹരിയെ കാണണം. അങ്ങോട്ട് വരുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലടോ. അമ്മാവനും ഇപ്പൊ എനിക്കെതിരാ. വേണ്ട, ഇവിടെ വെച്ച് വേണ്ട. നാളെ ഹരിക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? അവരാരും കാണാതെ കുറച്ചു നേരം നമുക്ക് എവിടെയെങ്കിലും. വരാം. രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിക്കോളാം. വഴിയിൽ വെച്ച് കാണാം നമുക്ക്. ഭക്ഷണം കഴിച്ചോ? കഴിച്ചില്ലല്ലേ? കഴിക്കാം. മരുന്നുള്ളതല്ലേ, സമയത്തിന് കഴിക്കണം. താൻ ഫോൺ വെച്ചോ. ഇനി വെറുതെ നിന്ന് കരയണ്ട. ഒരാളോട് ഒരു തെറ്റും ഞാനായിട്ട് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. ദൈവങ്ങളോടുള്ള പ്രാർത്ഥന ഒരു ദിവസം പോലും മുടക്കിയിട്ടുമില്ല. എന്നിട്ടും കഥ എഴുതുമ്പോ വേറുപിരിഞ്ഞു നിൽക്കുന്നവരുടെ സങ്കടങ്ങളാ ഏറ്റവും നല്ലതായി എഴുതുന്നത്. പക്ഷെ അത് അനുഭവിക്കുമ്പോഴുള്ളൊരു സങ്കടമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ വേദനകൾക്ക് വാക്ക് കൽപ്പിക്കാൻ എളുപ്പമാണോ? പക്ഷെ സ്വന്തം വേദനയുടെ മുന്നില് വാക്കുകളൊക്കെ ശൂന്യാവുക. ഹരി, നാളെ കാണാം നമുക്ക്. നാളെ കാണണം. അല്ലാതെ പറ്റില്ല എന്നെ കൊണ്ട്.